പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. UAE സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി കിങ് വില്യം അലക്സാണ്ടർ, രാജ്ഞി മാക്സിമ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സാങ്കേതികവിദ്യ, ഗ്രീൻ എനർജി, വാണിജ്യം, സുരക്ഷ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൂന്നിയാകും ഉഭയകക്ഷി ചർച്ചകൾ. ആംസ്റ്റർഡാമിലെ ഭാരതീയ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധനയും ചെയ്യും. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വളരെ നിർണായകമെന്ന് വിളിക്കാവുന്ന ചില യാത്രകളും കൂടിക്കാഴ്ചകളും ഒക്കെയാണോ നടക്കുന്നത്? തീർച്ചയായും പ്രജിത്ത്, ഏറ്റവും നിർണായകമായ യാത്രകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസം UAE-യിലായിരുന്നു. ഇന്ന് അദ്ദേഹം നെതർലൻഡ്സിലെത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെ തന്നെ നെതർലൻഡ്സിലെത്തിയിരിക്കുന്നു. ഇന്ന് നെതർലൻഡ്സിൽ റോബ്ജെറ്റിനുമായുള്ള, അതായത് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ടാവും. റോബ്ജെറ്റിൻ്റെ ക്ഷണപ്രകാരം ഒരു സ്റ്റേറ്റ് വിസിറ്റാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നെതർലൻഡ്സിൽ നടത്തുന്നത് എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകം. നമുക്കറിയാവുന്നതാണ്, നെതർലൻഡ്സ് ഭാരതത്തിന് വലിയ തോതിൽ FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭാരതത്തിന് നൽകുന്നതിൽ 4ാമത്തെ രാഷ്ട്രമാണ്. അല്ലെങ്കിൽ ഭാരതത്തിൽ നിക്ഷേപം നടത്തിയ, നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്തിയ രാജ്യങ്ങളിൽ 4ാമത് നിൽക്കുന്ന രാജ്യമാണ് നെതർലൻഡ്സ്. അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. വൻതോതിൽ 29 ബില്യൺ ഡോളറിൻ്റെ ഇടപാടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗങ്ങളിൽ നടക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വാണിജ്യമെല്ലാം നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു രാജ്യവുമാണ്. മാത്രമല്ല, മറ്റ് നിർണായകമായ പല ഇടപെടലുകളുമുണ്ട്. നമുക്കറിയാവുന്നതാണ്, അവസാന പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റ് അഭിസംബോധനയിലും എല്ലാം തന്നെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. അതായത് പരമ്പരാഗത ഊർജ്ജ ആശ്രിതത്വം ഒഴിവാക്കി ആധുനിക ഊർജ്ജത്തിലേക്ക് തിരിയുക. അതായത് സോളാർ എനർജി ആകാം, അതുപോലെ തന്നെ ഈ പുനരുപയോഗയോഗ്യമായ എനർജി നിർമ്മാണത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ എനർജി പവർ ജനറേഷൻ്റെ ഭാഗമായി അത്തരം ഊർജ്ജോൽപാദനത്തിലേക്ക് കടന്ന് ഇത്തരത്തിലുള്ള പരമ്പരാഗത സംവിധാനങ്ങൾ, അതായത് നാഫ്തയും അതുപോലത്തുള്ള ഈ ഫ്യൂവൽ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് ഈ കാർബൺ ഫ്യൂവൽ ഓയിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുകയും പരിസ്ഥിതി അനുകൂല നിലപാട് സ്വീകരിക്കുകയും സ്വാഭാവികമായും ആ ആശ്രിതത്വം കുറയ്ക്കുകയും വരാനിരിക്കുന്ന കാലത്ത് കൃത്യമായ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ നയപരമായ നീക്കങ്ങൾ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രംഗങ്ങളിലെ വിശാലമായ ചർച്ചകളിലാണ് നെതർലൻഡ്സുമായി നടക്കുക. ഈ സന്ദർശിക്കുന്ന 5 രാജ്യങ്ങളിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 യൂറോപ്യൻ രാജ്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയം ഏറ്റവും പ്രധാന ഊന്നൽ നൽകിയാണ് പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നത്. ഈ കാർബൺ ഇന്ധനം ആശ്രയിച്ചുകൊണ്ടുള്ള ഊർജ്ജോൽപാദന രംഗത്ത് നിന്ന് പതിയെ പിന്മാറുകയും പാരമ്പര്യേതര ഊർജ്ജ രംഗത്തേക്ക് കാര്യമായ മുന്നേറ്റം നടത്തുകയും ചെയ്യുക എന്ന കൃത്യമായ നീക്കം ഭാരതത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കും. അതുപോലെ തന്നെ സുരക്ഷ, അതുപോലെ മറ്റ് വാണിജ്യ ബന്ധങ്ങൾ, ഇത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളെല്ലാം തന്നെ റോബ്ജെറ്റിനുമായി നടക്കും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കിങ്ങുമായും, അതായത് നെതർലൻഡ്സ് കിങ്ങും നെതർലൻഡ്സ് രാജാവും രാജ്ഞിയുമായും കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വിശാലമായൊരു സന്ദർശന പരിപാടിയാണ് 2 ദിവസമായി നടക്കുന്നത്. ഇന്നും നാളെയുമായി സന്ദർശനം നീളുകയും നാളെയായിരിക്കും അദ്ദേഹം നെതർലൻഡ്സിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്യുക. പ്രീത്. ഓക്കെ ഐസൻ, വ്യക്തമാണ്.